നമസ്കാരം. ഈ മണിക്കൂറിൽ ഈ കേരളം പരിപാടിയിലേക്ക് സ്വാഗതം. ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചുപോയ കുഞ്ഞുങ്ങളുടെ കണ്ണീരിന് മുന്നിൽ കേരളം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ എറണാകുളത്തു നിന്നും മറ്റൊരു ഭക്ഷ്യവിഷബാധ കേസ് കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രമുഖനായ ഒരു വ്യക്തിയുടെ പ്രമുഖമായ ഒരു ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച ഒരു യുവാവിനാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ ഭക്ഷണം കഴിച്ച അമ്മാവനും ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ അപകടനില തരണം ചെയ്തിരിക്കുകയാണ്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. സുമേഷ്, എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ആ കടയിൽ കയറണ്ടാന്ന് ഞാൻ അവനോട് തുടക്കത്തിലേ പറഞ്ഞതാ. എന്താണ് നിങ്ങൾ അവിടെ നിന്നും കഴിച്ചത്? കഴിച്ചത് ചിക്കൻ കബാബു. എന്ത്? ചിക്കൻ കബാബു. ഓ, ചിക്കൻ കബാബ്. പറഞ്ഞല്ലേ കഴിച്ചത്. അതുകൂടാതെ മറ്റെന്താണ് കഴിച്ചത്? അത് ഒരു പൊറോട്ട, ഒരു കൊച്ചു കഷ്ണം, ഇറച്ചി കഷ്ണം കഴിച്ചു. ബാക്കി മുഴുവനും കഴിച്ചത് എൻ്റെ മരുമകനാ. അത് കഴിച്ച് വീട്ടിലെത്തിയില്ല. എൻ്റെ മരുമകൻ കുറഞ്ഞു വീണു. പിന്നെ ഞാനാണ് നേരം വെളുക്കുന്നവരെ കക്കൂസം ഇറങ്ങിയിട്ടില്ല. ഒന്നു മോനെ. നന്ദി സുമേഷ്. താങ്കൾ ഉടൻ തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതേസമയം ജില്ലയുടെ മറ്റൊരു സ്ഥലത്തു നിന്നും ഒരു ഭക്ഷ്യവിഷബാധ കൂടി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. പ്രവാസിയായ മൊയ്തുവിന്റെ കുടുംബത്തിനാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും 2 കുട്ടികൾക്കുമാണ് ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. മൊയ്തു ഇപ്പോൾ നമ്മുടെ കൂടെയുണ്ട്. മൊയ്തുവിനോട് നമുക്ക് ചോദിക്കാം. മൊയ്തു, എന്താണ് സംഭവിച്ചത്? ഞാനൊരു പ്രവാസിയാണ്. അപ്പൊ നാട്ടിൽ ലീവിന് വന്നപ്പോൾ ഭാര്യനും മക്കളെയും കുട്ടി ഒന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പൊ നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറിയതാണ്. അവിടുന്നാണ് ഇത് സംഭവിച്ചത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്കും മക്കൾക്ക് ഭയങ്കര അസ്വസ്ഥത. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേക്ക് വയറ്റുന്ന വെക്കും ഛർദിയും കൂടി തളർന്നു പോയി 3 ആളും. ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ 3 ആളെയും ICUയിൽ അഡ്മിറ്റ് ചെയ്താ. ഫുഡ് പോയ്സൺ എന്നാ പറയുന്നത്. ഞാൻ വെജിറ്റബിൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടതാ. എന്താണ് നിങ്ങൾ അവിടെ നിന്നും കഴിച്ചത്? ഭാര്യ മക്കളും അൽഫാം വേണമെന്നുണ്ട് അൽഫാം വാങ്ങിച്ചു കൊടുത്താ. അത് കഴിക്കുമ്പോഴേ ഭാര്യയും മക്കളും പറഞ്ഞ് ഇത് ഇടക്കിടക്ക് ഒരു തണുപ്പുണ്ട് ഇതിൻ്റെ അകത്തുനിന്ന്. അപ്പൊ എന്താണ് ഞാൻ തൊട്ട് നോക്കിയപ്പോ ചില ഭാഗത്ത് ചൂടും ചില ഭാഗത്ത് തണുപ്പും. അപ്പൊ സംഭവം എന്താ വെച്ചാല് ഇത് ഏതോ കാലം ഫ്രിഡ്ജിൽ വെച്ചേക്കും. അങ്ങനെ എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് ഒരു ഭാഗത്ത് തണുപ്പ് ഒരു ഭാഗത്ത് ചൂടെന്ന് തോന്നില്ലല്ലോ. അത് കഴിച്ചിട്ട് ആണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടായത്. ഭയങ്കര കഷ്ടാണ് സാറേ ഇതൊക്കെ. ഇതിനൊക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. ഓക്കെ മൊയ്തു, താങ്കളുടെ കുടുംബം ഉടൻ തന്നെ സുഖം പ്രാപിക്കട്ടെ. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കേരളത്തിലുടനീളം പരിശോധനകൾ ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുകയാണ്. മാനദണ്ഡങ്ങൾ പാലിക്കാത്ത ഹോട്ടലുകൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസിൽ നമ്മുടെ പ്രതിനിധി ശാലിനി ഇപ്പോൾ ഉണ്ട്. ശാലിനി, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? നമ്മളിപ്പോൾ നിൽക്കുന്നത് ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓഫീസിന് മുന്നിലാണ്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ജില്ലയിലെങ്ങും പരിശോധന നടത്തി വരികയാണ്. അതുപോലെ തന്നെ ജില്ലയിലെ പല ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണ സാധനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഒരു പ്രമുഖ ഹോട്ടലിൽ നിന്ന് അവിടുത്തെ സ്റ്റോർ റൂമിൽ എലിയെ പിടിക്കാനായിട്ടുള്ള എലിപ്പെട്ടിയും അതോടൊപ്പം തന്നെ പൂച്ച പ്രസവിച്ചുമാണ് കിടക്കുന്നതായിട്ട് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ജില്ലയിലെ ഒരു പ്രമുഖന്റെ ഹോട്ടലിൽ നിന്ന് പഴകിയ കോഴി ഇറച്ചി കക്കൂസിൽ ബക്കറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിലാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഉപേക്ഷിക്കപ്പെട്ട നിലയിലല്ല, ബക്കറ്റിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന നിലയിലാണ് നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇന്നും പരിശോധന തുടരും എന്നാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്ന അറിയിപ്പ്. സമയം വൈകിയല്ലേ ഭക്ഷ്യവിഷബാധ മൂലം ഒരു കുഞ്ഞ് മരിച്ചത് ഒരാഴ്ച മുൻപാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. അതിനുശേഷം വീണ്ടും ഭക്ഷ്യവിഷബാധ ജില്ലയിലെങ്ങും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിനെപ്പറ്റി സാറിന് എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഇതിനെപ്പറ്റി സാർ എന്ത് പറയുന്നു? അല്ല, ഇതിനിപ്പോ അങ്ങനെ അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അതായത് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ അനുമതിയില്ലാതെ തുറന്നു പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അതെല്ലാം ഞങ്ങൾ പൂട്ടിക്കും. മാഡം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കാലമായിട്ട് ഇതൊന്നും അന്വേഷിക്കാതിരുന്നത്? ആരെ പറഞ്ഞു? ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് അന്വേഷണം നടക്കുന്നു. എത്രയോ ഹോട്ടലുകൾ പൂട്ടിച്ചു ഞങ്ങള്. ദുരന്തത്തിന് ശേഷമല്ലേ? ഇല്ല, നിങ്ങൾ ഒരു കാര്യം മനസ്സിലായിക്കോ. ഇനി ഒരു ഹോട്ടലുകളും ഇവിടെ തുറന്ന് പ്രവർത്തിക്കില്ല. എല്ലാ ഹോട്ടലുകളും ഞങ്ങൾ പൂട്ടും. ആരും ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് കേരളത്തിൽ തുറന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള കാര്യം അത് ഞങ്ങൾ കാണിച്ചു തരാം. അല്ലേ? ഇനി ഇവിടെ സംസാരിച്ചോണ്ട് തന്നെ അത്രയും സമയം തുറക്കിങ്ങട്ട്.
ഇനി ജില്ലയിൽ ഒരു ഭക്ഷ്യവിഷബാധ പോലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയില്ല എന്നാണ് നമ്മൾക്ക് ഓഫീസർമാർ നൽകിയിരിക്കുന്ന ഉറപ്പ്. അതോടൊപ്പം തന്നെ അനധികൃതമായി പ്രവർത്തിച്ചു പോകുന്ന ഓരോ ഹോട്ടലുകളും പൂട്ടിക്കുമെന്നും നമുക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. ഈ ഒരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഫിഷ് ടിവിക്ക് വേണ്ടി ക്യാമറമാൻ ഷിനാസിനോടൊപ്പം KA ശാലിനി. अरे भाई जल्दी करो ബിരിയാണി എന്ത് നമുക്കുള്ള അടുത്ത് മലയാളം പറയാൻ എന്താ ശമ്പളം ചോദിക്കാൻ മാത്രം അറിയാം. പൈസ ആയോ വേഗം ചെയ്യാണ്ട് ആൾക്കാർ വന്നു തുടങ്ങി ബിരിയാണിക്ക്. ഏട്ടങ്കറ ഈ മനുഷ്യൻ അതെ നമ്മളെ ഈ ചിക്കന്റെ ചാപ്സിൽ ഇച്ചിരി ഉപ്പ് കുറവുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഉപ്പ് ഞാൻ കുറച്ചാണേ. എന്താ സകല ആൾക്കാർക്കും പ്രഷറും ഷുഗറൊക്കെ അല്ലേ. നിങ്ങളൊക്കെ നമ്മുടെ സ്ഥിര ആൾക്കാരല്ലേ. ഞാൻ ഏരിയത്തെ ഒരൊറ്റ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ പോല ഇവിടെ മാത്രമേ വരൂ. അതെ അനക്കിപ്പോ ഇവിടുന്ന് അല്ലാണ്ട് വേറെ എവിടുന്ന കടം കിട്ടുക. അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾ നമുക്കൊരു സ്നേഹമുണ്ട്, ഒരു പെരുമാറ്റമുണ്ട്, അത് ഏടുന്ന് കിട്ടൂല. സ്നേഹബന്ധം രക്തബന്ധത്തിന് അപ്പുറമാണ്. അത് ശരിയാണ്. എന്നാലും ഇടക്ക് കായൊന്നും അല്ലെങ്കിൽ ഈ രക്തബന്ധം മുറിയും. ഇന്നലെ ഞാൻ പാലക്കാട് ഒരു ഓട്ടം പോയി, കുരുമുളക് പോയിട്ടു. അവിടെ ഒരു കടയിൽ കയറി ഭക്ഷണം കഴിച്ചെന്റെ ഉണ്ണി, അപ്പോഴാണ് കോയക്കയുടെ ഭക്ഷണത്തിന്റെ ആ ഒരു മഹത്വം അറിയാൻ പറ്റിയത്. മഹാമോശമായിരുന്നു. മന്മതയുടെ കാര്യം പറയാലോ, ഞാൻ ഇവിടെ ഉണ്ടല്ലോ വലിയ ലാഭത്തിന് വേണ്ടിട്ടല്ല, നമുക്ക് നല്ല രീതിയിൽ ഇത് നിന്നു പോണം. പറഞ്ഞൊരു സ്ഥിരം പറഞ്ഞ ആൾക്കാരാണ്. വീട്ടില് രാവിലെ ഭാര്യ ചായ ഇട്ട് വന്നാലും ഇവിടെ വന്നൊരു ചായ കുടിച്ചാൽ എനിക്ക് മനസ്സിലൊരു തൃപ്തിയുള്ളൂ. ഒരു കാര്യം പറയാം, നിങ്ങൾ എന്ത് വില കൊടുത്ത് ഇവിടെ പൊറോട്ട അടിക്കുന്ന പയ്യനുണ്ടല്ലോ അസനെ, അവനെ പുറത്തു വിടരുത്. അസനല്ലേ? അസന പണിക്കാരനല്ലേ? വിടൂല, ഓനെ വിടൂല. ഓണ്ടല്ലോ നോക്ക്, 50 കിലോ മാവിന് ഇങ്ങനെ പൊറോട്ട അടിച്ച് വേർത്തു കുളിച്ച് ഇങ്ങനെ നിന്നാലും ഓൻ പണിയെടുത്തൂല. പൊറോട്ട കുപ്പൊക്കല്ലേ. കഴിച്ചോളി കേട്ടോ. ശരി ഇതെങ്ങടെ പേര് പോണ അടുക്കളയിലേക്ക്? അതെ, എന്താണ് ഇഷ്ടംപോലെ ഫാമിലി പറഞ്ഞുണ്ട് പല സ്ഥലത്തുനിന്നും. നല്ല തിരക്കാ. ഉച്ചയ്ക്ക് ഭയങ്കര കച്ചവട ബിരിയാണി, നല്ല ഫുഡാ. എനക്കൊന്ന് ഹോട്ടൽ മാനേജ്മെന്റ് കഴിഞ്ഞ പണിക്കാറോന്ന് ഇവിടെ 2-3 നാൾ ആവശ്യമുണ്ട് പറഞ്ഞു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഈ ഗ്രേവി സാറേ ഞാൻ പറഞ്ഞേക്ക് സാറേ. അല്ല സാറേ, അല്ല സാറേ, നിങ്ങൾ ഒരക്ഷരം പറയണ്ട. നിങ്ങളുടെ കടയിലുള്ള മുഴുവൻ ചീന സാധനങ്ങളാണ്. അടുക്കളയ്ക്ക് കാരം പാകില്ലല്ലോ. ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇവിടെ കേരളത്തിലുണ്ടെന്നുള്ള കാര്യം അറിയാതെയാണ് നിങ്ങളൊക്കെ കളാടത്തിക്കൊണ്ടിരിക്കുന്നത്. നല്ല വൃത്തിയിൽ കൊണ്ടു നടക്കണമെന്ന് 2 പണിക്കാരില്ലാത്ത ദിവസം നോക്കി നിങ്ങൾ വന്നിട്ട് ഞാൻ പറഞ്ഞത് ഇന്നത്തേണ്. ഞാൻ അമുക്കിനോട് പറഞ്ഞ് ഏൽപ്പിച്ചോ കളഞ്ഞില്ല. പുഴുണ്ട് സാറേ. അത് ഞാൻ പറഞ്ഞ പുഴു എന്നുള്ള സിനിമ ഇറങ്ങിയിട്ട് സകല പണിക്കാർ പുതുമ തോണ്ടിട്ട് ഇരിക്കാണ്. അതെ, അവിടെ ഇരിക്കുന്ന ചിക്കൻ കറിന്ന് പൂച്ച വന്ന് ചിക്കൻ എടുത്തോണ്ട് പോകുന്നത് ഞാൻ കണ്ടോ. പൂച്ചക്കെടുക്കാനുള്ള മുതലൊന്നും എന്തിനു ഹോട്ടൽ നടന്ന ആൾക്കാരെ കൊല്ലാനാണ്. വൃത്തിയില്ലാത്ത ഭക്ഷണം പൂച്ച തിന്നാണ് ഞങ്ങൾക്ക് തന്നത്. എത്ര നാളും നല്ല ഭക്ഷണം തന്ന ഒരാളല്ലേ ഞാൻ. എന്റെ മേളം ഇവിടെ ഒരു ദിവസം വൃത്തിയില്ലാത്ത ഭക്ഷണം തന്നെയാണ് കൊടുക്കണം. ഒരു വൃത്തിയില്ല, ഈച്ചയാണ് ഈച്ച. കൂടുതലൊന്നും പറയണ്ട. നിങ്ങൾ കട നടത്തണ്ട, ഇവിടെ ഒരു കടയും നടത്തണ്ട. ഒക്കെയാണ് ഇന്ന് നന്നാവും നാളെ നന്നാവും പറഞ്ഞ് നോക്കിയിട്ട് ഇതുവരെ നന്നായില്ല. ഇനി നടത്തണ്ട. പരിശോധനയുടെ പേര് പറഞ്ഞ് ഹോട്ടലുകാരെ പട്ടിണിയാക്കിയ ഉദ്യോഗസ്ഥർ തുലയട്ടെ. ക്ഷമിക്കുക
പരിശോധന അവസാനിപ്പിക്കുക. ഹോട്ടലുകാരെ ജീവിക്കാൻ അനുവദിക്കുക. ഉദ്യോഗസ്ഥർ നീതി പാലിക്കുക. ഉദ്യോഗസ്ഥർ നീതി പാലിക്കുക. നിങ്ങൾ ഞങ്ങളൊരു കാര്യം ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ വെറുതെ തടസ്സം ഉണ്ടാക്കാൻ നിൽക്കരുത്. അത് ചെയ്യരുതെന്നാ പറയണവര്. ആ ചെയ്യരുതെന്ന് പറയാൻ പറ്റില്ല. സാറേ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? അപ്പൊ ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ലോൺ എടുത്തും കടം മേടിച്ചും ഒക്കെയാണ് ഞങ്ങൾ ഇത് നടത്തിക്കൊണ്ടുപോകണം. നിങ്ങൾ എന്തിനാണ് ഈ പഴകിയ സാധനങ്ങൾ ആര് പഴകിയ സാധനം പറ്റുന്നത്? ഈ വിഷമാണ് ആൾക്കാർ എന്താന്ന് എന്താ പോയിക്കത്? പ്യാരിയത്ത് ഇത് കളയാൻ വെച്ചിട്ടില്ല കൂട്ടാൻ അന്ന് നോക്കിയിട്ടാണ് കളയാൻ വെച്ച സാധനം എടുത്ത് പരിചയം. അതൊന്നും ആ ന്യായങ്ങളൊന്നും ഇവിടെ പറയണ്ട. എടോ തന്റെ ഹോട്ടൽ പൂട്ടിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോട്ടീസ് തന്നാണല്ലോ. നോട്ടീസ് സാറ് തന്നിട്ട് എന്താ കാര്യം? എനിക്കും ഇത്രയും പേർക്കും ജീവിക്കണ്ടേ? നിങ്ങൾ അങ്ങനെ ജീവിക്കണ്ട. തന്റെ ഹോട്ടലിന്റെ വാട്ടർ ടാങ്കിന്റെ മുകളിൽ അവിടുത്തെ തൊഴിലാളികൾ അണ്ടർവെയർ ഉണക്കാനിട്ട് ഞാൻ കണ്ടതാണോ? അത് അതിന്റെ മുകളിലല്ല, അതിന്റെ ഉള്ളിൽ മുക്കിയൊന്നും ഇട്ടിട്ടില്ല. എന്താ സാറേ ഇവന്റെ കടയിലെ സ്റ്റാഫുകളുണ്ടല്ലോ പെറോട്ടക്കല്ലിലിട്ടാണ് അണ്ടർവെയർ ഉണക്കണം. സാറേ അത് മഴക്കാലത്ത് കച്ചവടം കഴിഞ്ഞിട്ടാണ്. അല്ല സാറേ, നിങ്ങൾ ഈ ഞങ്ങളുടെ ഹോട്ടലുകൾ മാത്രമല്ലേ വന്ന് ചെക്ക് ചെയ്യണുള്ളൂ. നിങ്ങൾ ഈ തട്ടുകട ഒന്ന് ചെക്ക് ചെയ്യണണ്ട. അവിടെ ഒരു ബക്കറ്റ് വെള്ളത്തിലാണ് ഒരാഴ്ച പാത്രം കഴുകണത്. എല്ലാം ഞങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. തട്ടുകട മുതൽ സ്റ്റാർ ഹോട്ടൽ വരെ ഞങ്ങൾ പൂട്ടിക്കും. ഒരാളും ഇവിടെ ഭക്ഷണം കഴിക്കണ്ട. നാളെ ഭക്ഷണം കഴിക്കാൻ ചാകട്ടെ. ഉദ്യോഗസ്ഥർ നീതി പാലിക്കുക. ഉദ്യോഗസ്ഥർ നീതി പാലിക്കുക. ഹോട്ടലുകാരെ ജീവിക്കാൻ അനുവദിക്കുക. ഹോട്ടലുകാരെ ജീവിക്കാൻ അനുവദിക്കുക. ജീവിക്കാൻ അനുവദിക്കുക. ഇവിടെ ഉണ്ടായിരുന്നില്ലേ? അവര് പോയാ? അവര് പോയി. ഞാൻ പോയിക്കോളൂ. അല്ലല്ല എന്താ? എന്താ? അല്ല ഇവർക്ക് നല്ല ബിരിയാണി കൊടുത്തു. ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടന്നു. നിരവധി ഹോട്ടലുകളിൽ നിന്ന് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ പിടികൂടി. പഴകിയ ചിക്കൻ, ബീഫ്, മട്ടൻ മുതലായവ പിടികൂടി. മിന്നൽ പരിശോധനയുടെ ഫലമായി 20ഓളം പ്രമുഖ ഹോട്ടലുകളുടെ ലൈസൻസ് റദ്ദാക്കുകയും തുടർന്ന് നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തന്ത്രപരവും ബുദ്ധിപരവുമായ മിന്നൽ പരിശോധനയിലൂടെയാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയതെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരായ സത്യശീലൻ, രാഘവൻ, മണ്ടോദരി തുടങ്ങിയവർ മാധ്യമങ്ങളെ അറിയിച്ചു. ഇതെല്ലാം പഴകിയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇവിടുത്തെ പ്രമുഖമായിട്ടുള്ള ഹോട്ടലുകളിൽ നിന്നും പിടിച്ചെടുത്തിട്ടുള്ള ചീഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളാണ്. ഇത് നിങ്ങൾ നോക്കണം. 12 ദിവസം കണ്ട് പഴക്കമുണ്ട് ഈ മീൻകറിക്ക്. അതേപോലെ തന്നെ ഇത് വട്ടുപത്തിരി മറ്റേ ഗ്ലാസിനകത്തൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള വട്ടുപത്തിരി, ഈച്ചി ഉറുമ്പെല്ലാം വന്നു കഴിഞ്ഞിട്ടുള്ളതാണ്. അത് ഏകദേശം ഒരു 12 ദിവസമോ 13 ദിവസമൊക്കെ പഴക്കം അതിനുണ്ട്. പിന്നെ ഇത് ബീഫ്, അത് ബീഫ്, ചിക്കൻ മറ്റേ ഈ ഇതിന് വേണ്ടിയിട്ട് ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണ്. അത് ഒരുപാട് വർഷത്തെ പഴക്കണ്ടാണ് തോന്നുന്നത്. അത് അങ്ങനെ പിന്നെ ഇതിനകത്തൊക്കെ ഉണ്ട്. ചോറ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പിടിച്ചെടുത്തിട്ടില്ല. അപ്പൊ ഇതൊരു വലിയ നേട്ടമായിട്ട് തന്നെ കണക്കാക്കേണ്ടി വരും. കാരണം യാതൊരു തരത്തിലുള്ള പരിഗണനയും കൊടുക്കാതെ മിന്നൽ പരിശോധനയിലാണ് ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മൾ കണ്ടെടുത്തിട്ടുള്ളത്. ഇവരുടെയൊക്കെ ലൈസൻസ്, എല്ലാ കടകളുടെയും ലൈസൻസ് ഞങ്ങൾ കട്ട് ചെയ്ത് കളയും. അതിൽ യാതൊരു തർക്കവും. സർ, ഒരു ചോദ്യം. നമ്മള് അത്യാവശ്യ സാധനങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ഹോട്ടലുകളിലൊക്കെ അലമാര പോലത്തെ ഫ്രിഡ്ജും ഫ്രീസറും ഒക്കെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഉപയോഗിക്കുന്നത്? അതിൽ തന്നെ വ്യക്തമല്ലേ സാർ ഈ പഴകിയ ഭക്ഷണങ്ങൾ വീണ്ടും വീണ്ടും ചൂടാക്കിയാണ് സെർവ് ചെയ്യുന്നുള്ള കാര്യത്തില്? അതെ. അല്ല, ഇനി മുതല് അങ്ങനെയുള്ള ഫ്രിഡ്ജുകൾ വെക്കാൻ അനുവാദം ഉണ്ടാവുന്നതല്ല. ഒരിക്കലും അത്യാവശ്യം വേണമെങ്കിൽ പാലോ പച്ചക്കറിയോ അവർക്ക് വെക്കാം. അതല്ലാതെ ഈ വലിയ ആന പോലത്തെ ഫ്രിഡ്ജിന്റെ കാര്യം ഹോട്ടലിൽ ഇല്ലല്ലോ. മാത്രമല്ല ഈ ശവപ്പെട്ടി പോലത്തെ വലിയ ഫ്രിഡ്ജ് ഏത് ഹോട്ടലിന്റെ അടുക്കള കണ്ടാലും അതൊക്കെ ഞങ്ങൾ എടുത്തുകൊണ്ടുണ്ട്. നമ്മൾ ഈ കാണുന്ന ഒരു കാഴ്ചയാണ്, സ്ഥിരമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഈ ഷവർമ. വഴിയോരങ്ങളിൽ, റോഡ് സൈഡുകളിലൊക്കെ ഷവർമ വളരെ ഓപ്പൺ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് വാഹനങ്ങളുടെ പുകയും അതുപോലെ തന്നെ പൊടിപടലങ്ങളും എല്ലാ വേസ്റ്റുകളും അതിലേക്ക് വന്ന അടിയാണ്. ഇതിനൊന്നും ഇത്രയും കാലം ഒരു നടപടിയും ആരും എടുത്തിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. അല്ല, അതിനിപ്പോ ഷവർമ പ്രത്യേകമായ ഒരു റൂമില് ഉണ്ടാക്കാൻ വേണ്ടി, സേഫ്റ്റി ഉള്ള റൂമിൽ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷവർമ നമ്മുടെ നാട്ടിൽ വന്നിട്ട് വർഷങ്ങളായി, ഇതുവരെ ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. പക്ഷെ അത് ഈ കഴിക്കുന്ന ആളുകളും അത് ശ്രദ്ധിക്കണല്ലോ. അതൊരു പോയിന്റ്, അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. അതായത് വലിയ വിദ്യാഭ്യാസമുള്ള ആളുകളാണ് അല്ലെ, അവര് ഈ പൊടിയാർത്ത് കിടക്കുന്ന ഈ എത്രയോ ദിവസങ്ങളായി തൂക്കിയിട്ടിട്ടുള്ള പോയി ഇങ്ങനെ ചുരണ്ടി അത് തന്നെ വാങ്ങി തിന്നേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് കണ്ണില്ലേ? ഈ വാഹനങ്ങളുടെ പുക അടിക്കുന്ന കണ്ടൂടെ? അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന പൊടി കണ്ടൂടെ? എന്തിനാണ് ഇത്
മേടിച്ച് കഴിക്കരുത്. സാർ അതൊരു ഉത്തരവാണോ സാർ? അല്ല ഉത്തരവാദിത്വം ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനും ഏതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മുടെ ആരോഗ്യം നോക്കേണ്ടത് നമ്മുടെയും കൂടെ ഒരു ഉത്തരവാദിത്തമാണ്. ആൾക്കാർ ശ്രദ്ധിക്കണം. ഹോട്ടലുകാരിൽ നിന്ന് നിങ്ങൾ കൃത്യമായിട്ട് പാരിതോഷികം വാങ്ങിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താത്തതെന്നുള്ള ആരോപണം ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നത് കണ്ടുപിടിക്കൂ. കൃത്യമായിട്ട് നിങ്ങൾക്ക് മാസപ്പടിയും കൃത്യമായി സ്പെഷ്യൽ ഫുഡുകളും നിങ്ങളെ വീട്ടിൽ എത്തുന്നുണ്ട് എന്നുള്ള ആരോപണം വരെ ഉണ്ട്. വെറുതെ ഇങ്ങനെ അനാവശ്യം പറയാൻ വേണ്ടിട്ട് ഞങ്ങളുടെ സമയം കളയാനില്ല സുഹൃത്തെ. ആരോപണങ്ങൾ മാത്രമാണ്, അല്ല അതിലൊന്നും യാതൊരു സത്യമില്ല. ഞങ്ങൾ കൃത്യമായിട്ട് ജോലി ചെയ്യുന്നവരാണെന്നോ ഇതിൽ നിന്ന് തെളിഞ്ഞല്ലോ. നിങ്ങൾ വർഷത്തിലൊരിക്കലും ഇതൊക്കെ ചെയ്യാറുള്ളതുകൊണ്ട് ഇവിടെ വ്യക്തമാണ് സാർ. വർഷത്തിലൊരിക്കൽ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും പോയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ അവർ അലേർട്ട് ആയിരിക്കുമല്ലോ. ഇതുപോലത്തെ മിന്നൽ പരിശോധനകളിലാണ് നമുക്ക് ഇത്തരം കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ. മാത്രമല്ല അതിന് മാത്രം സ്റ്റാഫ് ഒന്നും ഇല്ലല്ലോ ഇതിന്. അതെ, ജോലിമാരുള്ള ജോലി തന്നെയാണ്, അതിലൊന്നും യാതൊരു തർക്കമില്ല. അതൊന്നും നിങ്ങൾ ഇനി അല്ലാതെ പറഞ്ഞുണ്ടാക്കേണ്ട കാര്യമില്ല. അതെ, അപ്പൊ ഇത്രയേ ഉള്ളൂ സാർ. ഞങ്ങൾക്ക് ഇത്രേ പറയാനുള്ളൂ. ഇനി ചോദ്യം ചോദിക്കാനൊന്നും സമയമില്ല. അതാ ഈ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ ഇത്രയും സമയം, ഞങ്ങളുടെ വിലപ്പെട്ട സമയം ഇവിടെ ചെലവാക്കിയത്. അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു. ഇനി ഞങ്ങൾക്ക് പോകണം, ഇനി ഒരുപാട് പരിശോധന. അതെ, ഇനി ഒരുപാട് ഹോട്ടലുകൾ പൂട്ടിക്കാനുണ്ട് ഞങ്ങൾക്ക്.